ഉടനെ കർക്കിടക മാസമൊക്കെ തുടങ്ങുകയല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലൊക്കെ ഈ മാസം തുടങ്ങണേക്കാളും മുന്നേ തന്നെ അച്ഛനും അമ്മയും രാമായണം വായിക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്യും. അവര് പകുതി പകുതി ആയിരിക്കും വായിക്കുന്നത്. അപ്പം എനിക്കൊക്കെ ശരിക്ക് രാമായണത്തിന്റെ ഒരു ബേസിക് സ്റ്റോറിയാണ് അറിയുന്നത്. അപ്പം ഇപ്രാവശ്യം വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ഒരിക്കലും രാമായണം ആക്ച്വൽ ബുക്ക് അധ്യാത്മ രാമായണം വായിച്ചിട്ടില്ല. വായിക്കണമെന്നുണ്ട്. മലയാളം അറിയില്ല വായിക്കാൻ. അപ്പം മേ ബി സംസ്കൃതം വേർഷൻ വായിച്ചു നോക്കണം. അപ്പം ഞങ്ങൾക്ക് ചെറുപ്പത്തില് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ മുത്തശ്ശി, അമ്മയുടെ അമ്മ, ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു തരും. അപ്പം എപ്പോഴും രാമായണത്തിന്റെ കഥകളായിരിക്കും. അപ്പം ശരിക്കും മുത്തശ്ശി പറഞ്ഞെന്ന കഥയാ ഇപ്പോഴും ഓർമ്മ. രാത്രി ഉറങ്ങുന്ന നേരത്തായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പം പകുതി കഥ കേട്ടിട്ട് ഉറങ്ങും. അപ്പം അടുത്ത ദിവസം അവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അതാണ് രാമായണത്തിന്റെ ഒരു മെമ്മറി. അപ്പൊ ശരിക്ക് ഞാൻ ഈ രാമായണത്തിൽ എന്തൊക്കെയാ ഉള്ളത്, എങ്ങനെ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നോക്കുമ്പോഴാണ് രാമായണത്തിൽ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഒരുപാട് നല്ല ആൾക്കാരും ഒരുപാട് വില്ലന്മാരൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും, നല്ല ആൾക്കാരെ പോലെ ആവണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ വായിച്ചപ്പോഴാണ് ശരിക്കും വില്ലന്മാർ എന്തുകൊണ്ടാണ് വില്ലനായി മാറുന്നത് അല്ലെ. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വില്ലനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കൈകേയി എന്ന് പറഞ്ഞ ഒരു അമ്മ എങ്ങനെയാണ് വില്ലനായി മാറിയേ എന്നുള്ളൊരു കഥയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇടുന്നായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും കൈകേയി ഭയങ്കര സ്മാർട്ടും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു റാണിയായിരുന്നു. രാജാവ് ദശരഥന്റെ ഏറ്റവും ഫേവറേറ്റ് ക്വീൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രല്ല, രാമനെ സ്വന്തം മോനെ പോലെയായിരുന്നു സ്നേഹിക്കണ്ടായിരുന്നത്. എന്നിട്ടും ഇങ്ങനത്തെ ഒരു കാര്യം, അതായത് രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് വേണ്ടി കൈകേയി വിട്ടു അല്ലെ. അപ്പം ഇതിന് പിന്നീട് ഒരു കഥയുണ്ട്. ഒരു കൈകേയി ഒരുപാട് ഇന്റലിജന്റ് ആയ കാരണം ഇങ്ങനെ യുദ്ധത്തിനൊക്കെ രാജാവിന്റെ കൂടെ പോവാറുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു യുദ്ധത്തിൽ പോയപ്പം കൈകേയി കാരണം രാജാവിന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് രാജാവ് പറഞ്ഞു, ഞാൻ നിനക്ക് 2 വരങ്ങൾ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പക്ഷെ അന്ന് കൈകേയി ഒന്നും ചോദിച്ചില്ല. കൈകേയിക്ക് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ കുറെ വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് രാമനെ രാജാവ് ആക്കാനുള്ള ഒരു സമയം വന്നത്. അപ്പോഴാണ് കൈകേയിക്ക് കിട്ടിയ 2 വരങ്ങള് രാജാവ് ദശരഥനോട് ചോദിക്കുന്നത്. അതില് ആദ്യത്തെ വരമായിരുന്നു രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിനൊക്കെ വിടണം. രണ്ടാമത്തെ ആയിരുന്നു കൈകേയിയുടെ സ്വന്തം മോൻ ഭരതനെ രാജാവാക്കണമെന്ന്. ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് കൈകേയി അങ്ങനെ പറയുന്ന ആർക്കും അങ്ങനെ ഒരു ഹിന്റ് പോലും ഉണ്ടായിരുന്നില്ല. രാമൻ ഒന്നും പറയാണ്ട് ഇറങ്ങിപ്പോയി. അമ്മ കൈകേയി പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി. ഇരിക്കുന്നൊരു അമ്മയാണെങ്കിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. കൈകേയി ശരിക്ക് ഒരു സെൽഫിഷ് ആയിരുന്നില്ല. നമ്മളിപ്പം കൈകേയിനെ ഭയങ്കര ഒരു സെൽഫിഷ്, ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ കൈകേയിക്ക് അറിയായിരുന്നു, രാമനെ എത്ര കാലം വനവാസത്തിന് വിട്ടാലും രാമനെ എല്ലാവരും ഭയങ്കരമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആ ഒരു സ്നേഹം ഒരിക്കലും കുറയില്ല. പക്ഷെ ഭരതന് അങ്ങനെയായിരുന്നില്ല. ഭരതന് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അത്രയും കാര്യമായിരുന്നില്ല. പ്ലസ് രാമൻ രാജാവായി കഴിഞ്ഞാൽ എപ്പോഴും ഭരതൻ രാമന്റെ അണ്ടർ ആയിരിക്കും. ഒരിക്കലും ഭരതന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല. അപ്പം നമ്മളെ അച്ഛനമ്മമാരൊക്കെ എപ്പോഴും എന്താണ് വിചാരിക്കുന്നത്, നമ്മുടെ പിള്ളേർക്ക് നല്ലത് വരണമെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ അല്ലെ. ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് നമുക്കറിയായിരിക്കും. കുറച്ചൊരു ചെറിയ സമയത്തിന് വേണ്ടി പിള്ളേർക്ക് വിഷമാവും. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കുമ്പോൾ എന്താ, ലോങ് ടേം അവര് ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ടേം അവര് ഗ്രോ ആവുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പം കൈകേയി സ്വന്തം മോനെ രാജാവാക്കാൻ വിചാരിച്ചതും കൈകേയി രാമനെ വനവാസത്തിൽ വിട്ടതും ഈ ഒരു റീസൺ കാരണമായിരുന്നു. രാമൻ തിരിച്ചു വന്നാലും കൈകേയിക്ക് അറിയായിരുന്നു ആ ഒരു സ്നേഹം ഒരിക്കലും കുറയില്ല. പക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞ ഉടനെ കൈകേയിക്ക് ഒരു തിരിച്ചടി ഉണ്ടായി. ഭരതന് ഭയങ്കര ദേഷ്യം വന്നു.
ഭരതൻ രാജാവ് ആവണ്ടെന്നുള്ള ഇത് പറഞ്ഞു. അപ്പം ശരിക്ക് കൈകേയിക്ക് ഒരുപാട് വിഷമായി. സ്വന്തം മോന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു, മറ്റേ മോനെ ഒരു ദൂരേക്കും വിട്ടു. എന്നിട്ട് ഫുൾ ആ ഒരു രാജ്യം കൈകേയിനെ ഒരുപാട് കുറ്റം പറഞ്ഞു. പക്ഷെ കൈകേയിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നല്ലതാണെന്ന് നമുക്കറിയാം. അതിന് പുറത്തുനിന്ന് നമുക്കൊരു വാലിഡേഷൻ കിട്ടില്ല. എപ്പോഴും നമ്മളെ കുറ്റം പറയുമായിരിക്കും. പക്ഷെ നമുക്ക് എന്താണോ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മളത് ചെയ്യണം, അല്ലെ? ഇന്നില്ലെങ്കിൽ നാളെ ആൾക്കാർക്ക് മനസ്സിലാവും, ബാക്കി എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി എന്താണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം. അപ്പം ശരിക്കും എനിക്ക് മനസ്സിലായത് കൈകേയി ഒരു വില്ലൻ അല്ല. ഒരു അമ്മ എന്ത് ചെയ്യുവോ അതാണ് കൈകേയി ചെയ്തത്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഇത് വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യൂ. പ്ലസ് ശരിക്കും ഈ അധ്യാത്മ രാമായണം വായിക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിലും പറഞ്ഞുതരൂ. ബിക്കോസ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വായിക്കണമെന്ന്. പക്ഷെ ഇപ്പം അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ ഇന്ന് വായിക്കുന്ന പോലെ ആ ഒരു സ്ഫുടതയൊന്നും കിട്ടില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.